ആ അപ്പോൾ ദാണ്ട നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണെന്നറിയാവോ? കഴിഞ്ഞ വട്ടം നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അതിന് പുറകെ നമ്മൾ ദാണ്ട വേറൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് വേറെ പ്രത്യേകിച്ചുള്ള ബിരിയാണിയൊന്നുമല്ല, മട്ടൻ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ദാണ്ട കണ്ട ചോറൊക്കെ അങ്ങോട്ട് വെതറി ദമ്മിടാൻ വേണ്ടി വെക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് അങ്ങോട്ട് നീട്ടാതെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. അപ്പോൾ എല്ലാ ബിരിയാണിയും ഉണ്ടാക്കുന്ന പോലെ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി. ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്, വേണേ ചേർത്താൽ മതി, അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇതൊക്കെ തന്നെ ആയിരുന്നു, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, നമ്മൾ വഴിയേ പറയാം. അപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി കൂടാതെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 സവാളയും പിന്നെ അത് കൂടാതെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയും വേണം. 1/4 കിലോ ഒന്നും വേണ്ട, ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ വേണം. അതും കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ടും 2 യൂസിന് വേണ്ടിയാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചേക്കുക കേട്ടോ. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കാൻ പാടില്ല, നമ്മളൊന്ന് ചതച്ച് ഒരു മീഡിയം രീതിയിൽ അരച്ചങ്ങോട്ട്. അടുത്തത് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ആളാണ് ഈ വന്നേക്കുന്നത്, നമ്മുടെ മട്ടൻ. ഒരു കിലോ മട്ടനാണ് ഈ കിടക്കുന്നത്. നല്ല കഴുകി സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. മട്ടൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. പിന്നെ അപ്പുറത്ത് കിടന്ന് കുമളിക്കുന്ന എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടെ നമ്മൾ അരയ്ക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ടേക്കുക. പിന്നെ നമ്മുടെ മെയിൻ ആളായിട്ടുള്ള നെയ്യ്, നമ്മൾ വീട്ടിൽ തന്നെ സെറ്റാക്കിയെടുത്ത നെയ്യാണ്, കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിനയില അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞതിൻ്റെ പാത്രത്തിൽ പുതിനയില അരിഞ്ഞുകൊണ്ട് 2-3 ഉള്ളി അവിടെ കിടക്കുന്നത്, അതും അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ബിരിയാണി ചെമ്പെടുക്കുക, അതിനകത്തോട്ട് ഒരു 2-2.5 തവി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നിനും നമ്മളൊരു വിശുക്കും കാണിക്കുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാവാൻ വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫ്ലെയിമെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. അതവിടെ കിടന്ന് ഉരുകി ചെറിയ കുമളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത അപ്പോൾ ചെറിയതായിട്ട് അതെല്ലാം ഉരുകി ഒരു പൊടിക്ക് കുമള വന്നു കഴിയുമ്പോൾ പ്ലസ്കോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്തോ ഇടണം, ആ മുന്തിരിങ്ങ അങ്ങോട്ട് ഇടണം. മുന്തിരിങ്ങ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുന്നതിന് ഒന്ന് ചെറുതായിട്ടൊരു മീഡിയം രീതിയിലൊന്ന് വറുത്ത് കിട്ടണം, മൂത്ത് കിട്ടണം. അത് തന്നെ ഇപ്പോഴാണ് കിട്ടിയത്, മൂത്ത് കിട്ടണം. അതിനെ നമ്മളൊന്ന് ഇളക്കിയാൽ മതി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി കഴിയുമ്പം അത് നല്ല വീർത്ത് വരും. ആ സമയത്ത് നമ്മൾ എന്തോ ഇടണം, അടുത്ത അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇടുക. അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തിടുകണം. അണ്ടിപ്പരിപ്പ് നമ്മളിടുക. നമുക്ക് ഈ പീസായിട്ട് കിട്ടുന്ന അണ്ടിപ്പരിപ്പാണ് നല്ലത്, മുഴുവൻ അണ്ടിപ്പരിപ്പ് അധികം കിട്ടത്തില്ല, അധികം നല്ലതല്ല. മുഴുവൻ അണ്ടിപ്പരിപ്പേ ഉള്ളായിരുന്നു നമുക്കിപ്പോൾ, അതുകൊണ്ട് നമ്മളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബിരിയാണിയായിട്ട് ചേർന്ന് കിടന്നോളും ഏത്. എന്നിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നു കഴിയുമ്പോൾ കണ്ടോ ചെറിയ പത വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് അതുകൊണ്ട് കണ്ടോ ചില മുന്തിരിങ്ങയൊക്കെ വീർത്ത് തുടങ്ങി. അങ്ങനെ കരിയുന്നതിന് മുമ്പ് നമ്മളത് കോരി മാറ്റി വെക്കണം. കോരി മാറ്റി വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. കോരുക, അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പിടിക്കുക, അപ്പോൾ ആ നെയ്യെല്ലാം അതിനകത്തോട്ട് പോകും. എന്നിട്ട് പ്ലേറ്റിലോട്ടാക്കുക. അതേപോലെ അത് തീരുന്നിടം വരെ കോരിയിരിക്കുക. എന്നിട്ട് അതേ നെയ്യിലോട്ട് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ക്യാപ്സിക്കത്തിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചാലോ ഒരു 2 സവാള, അത് നമ്മൾ അതിനകത്തോട്ട് ഇടുക. ഇത് എന്തിനാണെന്നറിയാമോ? ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. അപ്പം മറ്റേ ഉള്ളി നമുക്ക് ബാക്കി ബിരിയാണിയുടെ ആവശ്യത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആ ബിരിയാണിയുടെ മുകളിൽ ഒന്ന് വറുത്ത് ഗാർണിഷായിട്ട് ഇടാൻ വേണ്ടിയാണ്. ഇത് ഒന്നും വരത്തില്ല, നമുക്ക് കാഴ്ചയിൽ ഒരു രസം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഉള്ളി അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് നല്ലോണം ആ ഉള്ളിയുടെ അകത്തുള്ള ചെറിയ വെള്ളവും ആ എണ്ണയും കൂടെ മിക്സായിട്ടൊരു സൗണ്ടൊക്കെ കേൾക്കും. ആരും പേടിച്ച് ഓടിയൊന്നും ചെയ്യല്. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി ഒരു ഫ്രൈ പരുവാക്കി എടുക്കുക. ഫ്രൈ പരുവാക്കി എടുത്ത് കഴിയുമ്പം നമ്മളെന്താണ് അതിനെയും കോരി മാറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സലാഡ് ഉണ്ടാക്കാനുള്ള വെള്ളരിക്കയും ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഒരു ഫ്രൈ പരുവായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നെയ്യ് അങ്ങോട്ട് മാറ്റി കോരിയെടുത്ത് ആ അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിങ്ങയുടെയും കൂടെ വെച്ച് അങ്ങ് കൊടുത്തേക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതേ നെയ്ക്കകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സൂര്യകാന്തി എണ്ണ, അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ സൺഫ്ലവർ ഓയിൽ അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി, ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിക്ക് വേണ്ടിയുള്ള മെയിൻ സാധനം ഇടുന്നു, കടുകിട്ട് പടപടാന്ന് പൊട്ടുമ്പം നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. കണ്ടോ, പതഞ്ഞ് പടപടാന്ന് പൊട്ടുന്നുണ്ട്. ആ സൗണ്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങ് നിന്നേക്കരുത്. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അടുത്ത സാധനം ഇടാൻ വേണ്ടി എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം.
കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത ആളെ പിടിച്ചിടുക കറിവേപ്പില. അപ്പം നല്ല പുഷ് എന്നുള്ള സൗണ്ട് കേൾക്കും. അത് കറിവേപ്പില വന്നാൽ കടുകിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയുള്ള സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കല്. അത് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഒരു 2 സവാളയും ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല വഴട്ടി എടുക്കാൻ വേണ്ടി അതിലോട്ട് ഇങ്ങനെ തോണ്ടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയും നെയ്യും എല്ലായിടത്തും പിടിക്കുന്ന പോലെ വെക്കും. എന്നിട്ട് ഒരു ഡ്യുവൽ പർപ്പസ് പോലെ ഇതിനെ സൈഡിലോട്ട് നീക്കി വെച്ച് നമ്മളതിലോട്ട് എന്നാ ഇട്ട് കൊടുക്കുമെന്ന് അറിയാം, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും. ഇത് ഒരുമിച്ചിടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ അത് കിട്ടും. അപ്പോൾ ഇത് രണ്ടായിട്ട് നമ്മളിട്ട്, ഇതിപ്പോൾ ടൈം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ടായിട്ട് ഇട്ടത്, മനസ്സിലായോ? നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇത് വരും, എന്നാ ചെറിയൊരു പ്രശ്നം, പച്ചച്ചവ വരും. അപ്പോൾ ഇത് രണ്ടിടത്ത് കിടന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരി സെറ്റ് ചെയ്തെടുക്കാം. നല്ല അരി അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അടിയിൽ ഉണ്ട പോലും കിടക്കുന്നുണ്ട്, അത് ഉപ്പിൻ്റെ ഉണ്ടയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. ഇപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ആ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കഴിയും. അപ്പോൾ നമുക്ക് ചെറിയ പുകയൊക്കെ വരുമ്പോഴത്തേക്ക് പച്ചമണമൊക്കെ മാറിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തേച്ച് എന്നാ എടുക്കണമെന്നറിയാവോ? അതിനകത്ത് അടുത്ത സാധനം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇതെന്നാണെന്നറിയാവോ? നമ്മൾ അണ്ടിപ്പരിപ്പും മറ്റേ ഇതും കൂടെ അരച്ച് സെറ്റാക്കി വെച്ചതാണ്, ബദാമും കൂടെ കണ്ടോ, നല്ല പാല് പോലെ ഇരിക്കുന്നത്. അതവിടെ മാറ്റി വെച്ചേച്ച് അടുത്ത സാധനം തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അതിൻ്റെ പിന്നാലെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളങ്ങ് ചെയ്തതാണ്. മട്ടനൊക്കെ ഇല്ലേ, അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് എന്നുവെച്ച് നമ്മൾ അതിനെ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയും നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് വഴണ്ട് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു മിനുസത്തിന് വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ ഇളക്കി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് കുക്കർ എടുക്കുക. കഴുകി വെച്ച നമ്മുടെ ബീഫല്ലല്ലോ, നമ്മുടെ ആട്ടുംകുട്ടനെ എടുത്ത് അതിലോട്ടിടുക. ബീഫ് എന്നേ വായി വരത്തുള്ളൂ. അത് ബീഫ് കണ്ടുകൊണ്ട് മട്ടനൊക്കെ വല്ലപ്പോഴും അല്ല വീട്ടിൽ വാങ്ങിക്കത്തുള്ളൂ, എന്നും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ഈ കുക്കറിലോട്ട് ഇതിനിട്ട് ഒന്ന് 2-3-4 വിസിലടിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മളങ്ങോട്ട് കുക്കറിനകത്തോട്ടിട്ട് ഇത്ര നിറച്ച് വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കുകയൊന്നും വേണ്ട, അതിനകത്ത് ഓൾറെഡി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ അതിലോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി അങ്ങോട്ട് തൂക്കി കൊടുക്കുക. ഒരു സൂപ്പ് ആക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ആ സ്റ്റോക്ക് നമുക്ക് എടുക്കണം. ആ തിളപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം. അവിടെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ആ മണമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിനെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് ബീഫ് എടുത്ത് ഇതിലോട്ട് വെക്കാം. നമ്മളപ്പോൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗരം മസാല തന്നെ ആബിദ റഷീദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ആൻറ്റി സൂപ്പറായിട്ടാണ് ചെയ്യുന്നത് കുക്കിംഗ് ഒക്കെ. അവരുടെ ഒരു ഗരം മസാല, അവരുടെ പ്രോഡക്റ്റാണിത്. അപ്പോൾ നമുക്കിനി അരി വേവിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇടുക. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂ ഇടുക. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അരി പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് JCB വെച്ച് മാന്തുന്ന പോലെ മാന്തി അതിലോട്ട് ഇട്ട് അങ്ങ് കൊടുത്തേക്കണം. അങ്ങനെ മൊത്തം ഇട്ട് കൊടുത്ത് അരി വേവാൻ വേണ്ടി നമ്മൾ എന്നിട്ട് നമ്മൾ വീണ്ടും ഓടി നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴട്ടാൻ വെച്ച് അതിനകത്തോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് സ്പീഡും കുറച്ച് ശ്രദ്ധയുമാണ്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് അങ്ങോട്ട്, നല്ല കട്ട തൈരുണ്ട്, അത് കോരി അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ് എന്നതാണെന്ന് മനസ്സിലായോ? നമ്മളൊരു 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യണം. അരി വേവിക്കണം, ബീഫ് വേവിക്കണം, പിന്നെ അതിൻ്റെ മസാല വേവിക്കണം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണം. ഇന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ അത് പോയി എടുക്കണം, ഇത് പോയി എടുക്കണമെന്നൊക്കെ. അപ്പോൾ തൈരും നമ്മുടെ ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ അരി നോക്കുക, അരി വേവുന്നുണ്ട്, അവിടെ കിടന്ന് വേവട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് സലാഡ് ഉണ്ടാക്കാനുള്ള നമ്മളുടെ അതിലോട്ട് കുറച്ച് പച്ചമുളകൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ടു. എന്നിട്ട് നമ്മളതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു. അതിലോട്ട് നമ്മൾ തൈര് ഒഴിക്കുന്നു. സലാഡ് നേരത്തെ ഉണ്ടാക്കി അങ്ങ് വെച്ചേക്കാം. തൈരൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് നമ്മുടെ മട്ടൺ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ കണ്ടോ നല്ല സെറ്റാപ്പിയായി വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ അവനെ എടുത്ത് നമുക്ക് ആ സ്റ്റോക്കോടെ, അതായത് അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലാണ് മട്ടൻ്റെ ഫ്ലേവർ മൊത്തം ഇരിക്കുന്നത്. ഈ വെള്ളം നിങ്ങൾക്ക് വേണേൽ അരിയിലൊഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഈ വെള്ളം ഒഴിച്ച് നമുക്ക് അരി വേവിക്കുമ്പോൾ കുറച്ചുകൂടെ അരിക്ക് പിന്നെയും ബീഫ് വന്ന് മട്ടൻ്റെ ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ല, ഇതിലോട്ടൊഴിച്ച് ഈ മസാലയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തിൻ്റെ ആണോ, ചിക്കൻ്റെ ആണോ, മട്ടൻ്റെ ആണോ, ബീഫിൻ്റെ ആണോ, എന്തിൻ്റെ ആയാലും സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ആ വെള്ളം എടുത്ത് ബിരിയാണിയിൽ ഒഴിക്കുക. അപ്പം നമുക്കൊരു ഒതൻറ്റിക് ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടും. എന്നിട്ട് ആ മട്ടനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കുറേ നേരം അടച്ചു വെച്ച് വേവിക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്നാ ചെയ്യണമെന്നറിയാവോ, അതിനെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഗരം മസാല നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആയിട്ടൊന്നും ഇട്ടതല്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി മസാല ആയതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ആമസോണിലൊക്കെ കിടപ്പുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ അമ്മയുടെ കൂട്ട് കുറച്ചൊരു മസാലയുണ്ട്, അതും കിടന്നോട്ടെ, ഒന്നിനും ഒരു കുറവ് വേണ്ട എന്ന് പറഞ്ഞ് വാരിക്കോരി ഇട്ട് കഴിഞ്ഞാൽ അരുചിയാവും. അപ്പോൾ അതിട്ടിട്ട് അതിനെ ചെറുതായിട്ട് ഇളക്കിയിട്ട് അവിടെ കിടന്ന് തിളയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ മുട്ട എടുത്ത് പുഴുങ്ങി സെറ്റാക്കി വെക്കുക. ഇതിന് ശേഷം ചോറ് റെഡിയായിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല പൂ പോലെ വെന്ത്, മുല്ലമുട്ട് പോലെ വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് മട്ടൻ കുട്ടൻ തിളച്ച് കഴിഞ്ഞാൽ മട്ടൻകുട്ടൻ്റെ മുകളിലേക്ക് നമ്മൾ അരി പതുക്കെ ഒരു ലെയർ ഇടുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ഉള്ളി ഇടുന്നു. പിന്നെ ചെറിയ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ മട്ടൺ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് വീണ്ടും എല്ലാം ചെയ്ത് ചോറൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി ഒന്ന് അടച്ചു വെക്കുന്നു. അപ്പോൾ ആ ഫ്ലേവർ ആ റൈസിൽ ഫുള്ള് പിടിക്കും. എന്നിട്ട് നമ്മൾ അതിലോട്ട് മുട്ടയൊക്കെ കുത്തി വെക്കുന്നുണ്ട്. മുട്ടയെല്ലാം കുത്തി വെച്ച് നല്ല സെറ്റാക്കി എടുക്കും. അപ്പോൾ അവിടെ മുട്ടയൊക്കെ ഓരോന്നായിട്ട് കുത്തി വെക്കുന്നു. മുട്ടയൊക്കെ നമുക്ക് ഓപ്ഷനല്ല, ഇഷ്ടമുണ്ട് എടുത്താൽ മതി. ഞാൻ മുട്ടയുടെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ആ ചോറിൻ്റെ കൂടെ എടുത്ത് ഒരു കടിയൊക്കെ കടിക്കാമല്ലോ, അതിന് നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ അടച്ച് കുറച്ച് നേരം നമ്മുടെ നാടൻ രീതിയിൽ നമ്മളുടെ വീട്ടിലെ ദമ്മ്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, വീട്ടിലെ ദമ്മ് പോലെ നമ്മളിടും. എന്നിട്ട് നല്ല സെറ്റായിട്ട് വെക്കും. കുറച്ച് റൈസും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ഫൈനൽ ടച്ചപ്പൊക്കെ കൊടുത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ആ ആവി കൊണ്ട് ആ ഗ്ലാസിൻ്റെ ആ മൂടി ഉണ്ടല്ലോ, അതങ്ങ് ആവി കൊണ്ട് കാണാതാവും. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുക, പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വിളമ്പുക. അതിൻ്റെ പൊന്നും ആ മണം അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുകയില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് നമ്മളുടെ സലാഡ് ഒഴിക്കുക, ഒരു നാരങ്ങ അച്ചാറിൻ്റെ ഒരു പീസ് വെക്കുക, ഒരു പപ്പടമൊക്കെ വെച്ച് നല്ല സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ട് ഓരോ പിടി വാരി അങ്ങോട്ട് തിന്നുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ, ബൈ ബൈ, സീ യു.